ഹായ് വെൽക്കം ബാക്ക് ടു ട്വിങ്കിൾ ട്വിൻസ് ടൈംസ്. ഇറ്റ്സ് മീ സുബാന അവസൽ. അപ്പോൾ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ വന്നേക്കുന്നത് പള്ളിക്കവലുള്ള വീട്ടിലാണ്, എൻ്റെ വീട്ടിലാണ്. ഞാൻ വന്നിട്ടിപ്പോൾ 2 weeks ആയി, 3 weeks ആവാൻ പോണ്. അപ്പോൾ എനിക്ക് 1-2 ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് കൂടി ഇന്ന് എൻ്റെ ഉമ്മായും അപ്പായും എനിക്കോട് വിളിക്കാൻ വരും. അപ്പോൾ അവരെ വെയിറ്റിംഗ് ആണ് ഞാൻ. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി കൊടുങ്ങല്ലൂർ ഉണ്ടാവും. അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ്, എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ പെരുമ്പാവൂരുള്ള വീട്ടിലെ ഒരു ഹോം ടൂർ ചെയ്യാനാണ്. ഹോം ടൂറ് ജസ്റ്റ് വീടൊക്കെ ഒന്ന് കാണിക്കുക, പിന്നെ പുറത്തൊക്കെ ഒന്ന് കാണിക്കുക, അതന്നെ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാനും ഉമ്മാനെ പാപ്പാനെ വെയിറ്റിംഗ് ആണ്. അവർ ഓൺ ദ വേ ആണ്, എത്താറായിട്ടുണ്ടെന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ പിന്നെന്താണ്, അവർ വരുമ്പോൾ അവരെയും കാണിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. അച്ഛരുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കട പണിതിട്ടുണ്ട്. ഇപ്പോൾ റെൻറ്റിന് കൊടുത്തേക്കുന്ന സഹകരണ ബാങ്കാണ്. താഴെ റെൻ്റ്. ഇപ്പോൾ മേളിലൊരു ബെഡിൻ്റെ സ്റ്റിച്ചിങ് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇതാണ് വീട്. നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ ഒന്ന് കാണാം. ഫോട്ടോ അല്ല, വീഡിയോയാ യൂട്യൂബിലിടാൻ. എടുക്കും മായമാപ്പയമാരുന്നു. സിറ്റിംഗ് ഏരിയ. ഓക്കെ, ഇതാണ് ഇത്താത്തായും കാക്കയും. ഇത് ഞങ്ങൾക്ക് സ്പോർട്സിന് കിട്ടിയത്. ഇത് ഞങ്ങൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയത്. ഇതൊക്കെ കൂടെയാണ്, അനിയത്തിയുടെയാണ്. ഹിന്ദി റെസിറ്റേഷൻ, സ്പീച്ച്, അങ്ങനെ മലയാളം, കവിത, കഥ, അതിനൊക്കെ പ്രസംഗം. ഇത് തതടയാണ്, 10th 9+ വരെയും കിട്ടിയതിൻ്റെ. ഇത് മോളൂടെയാണ്, +2 സ്പോർട്സിന് ചാമ്പ്യൻഷിപ്പ് അവൾക്കായിരുന്നു. സീനിയർ ഗേൾസിൽ ചാമ്പ്യൻഷിപ്പ് മോളിനായിരുന്നു. എനിക്ക് മാത്രം ഒന്നുമില്ല കേട്ടോ. ഇത് മോളൂടെയാണ്. അവൾക്ക് സ്പോർട്സിന്, ഇവർക്കൊക്കെ പഠിക്കുന്നതിൻ്റെ മറ്റേ സ്പീച്ച്, റെസിറ്റേഷൻ, അതൊക്കെ. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, അങ്ങനെ കുറേ ഉണ്ട്. ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണ് സ്പോർട്സിന്. ഓക്കെ, ദെൻ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് മുച്ചിയുടെ മാപ്പിച്ചിയുടെ റൂമാണ്. ഇവിടെ ഒരു ഷെൽഫ്. അപ്പോൾ ഇതൊക്കെ ആ റൂമിൽ കിടന്ന കട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കല്യാണമൊക്കെ ആയപ്പോൾ പുതിയ കട്ടിലൊക്കെ വാങ്ങിച്ചപ്പോൾ ഇവിടെ രണ്ടും കൂടി ഇട്ട് അത് കൺജസ്റ്റഡ് ആയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ലാൻഡ് ഫോൺ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 കട്ടിലുണ്ട്. അപ്പോൾ ഇവിടെയാണ് മുച്ചിയും മാപ്പിച്ചിയും അനിയത്തിയും കൂടെ ഒന്നിച്ച് കിടക്കണേ. ഓക്കെ, ഇത് ഡൈനിങ് ടേബിള്, TV, ക്രോക്കറിയിൽ ആസ് യൂഷ്വൽ കുറേ പാത്രങ്ങൾ, പിന്നെ ഫോട്ടോസ്. ഇത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അത് ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയതാണ്. ഓക്കെ, ഇതാണ് എൻ്റെ കുഞ്ഞാടെ റൂം. ഇവിടെ ഒരു അലമാര. ഓക്കെ, അടിപൊളി പൊതുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഉമ്മച്ചി എടുത്ത് വെച്ചേക്കാണ്. അതൊക്കെ കുഞ്ഞ് വരുമ്പോഴേ എടുക്കുള്ളൂ. എനിക്കിപ്പോൾ ഒരു ചാണാപ്പൊളി പൊതുപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു ബാത്റൂം, ഇവിടെ അലമാരയുണ്ട്. പിന്നെ ഇതെൻ്റെ ലഗേജാണ് ഇന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ. ദെൻ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് കുക്കോടെ സ്റ്റഡി ടേബിളാണ്.
അവളിവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് പഠിക്കണതിൻ്റെ. അവൾ 10th-ലാണ്. ഇത് അവളാകെ ഡ്രസ്സൊക്കെ ഇട്ട് അലമ്പാക്കി വെച്ചേക്കെന്താ ട്യൂഷൻ സ്കൂളിലൊക്കെ പോകാനായിട്ട്. ഇവിടെ ആരും കിടക്കണില്ല, അതുകൊണ്ട് ഇവിടെ കുറച്ച് റൂമൊക്കെ ഇച്ചിരി അലമ്പാണ്. ഇതൊരു അലമാര, ഇവിടെ ഒരു പാത്രമുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു കർട്ടൻ ഇട്ട് ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചേക്കണം. വാപ്പിച്ചിയുടെ ഡ്രസ്സ് ഇടണ എന്താ പറയണേ റാക്ക്. ഇതിവിടെ ഇത് വാഷ് ബേസിൻ. ഇത് ഞങ്ങളുടെ ഹെസാടെ ജിയാപ്പി എന്ന് വിളിക്കുന്നത്, ജിറാഫ്. തല ചെരിഞ്ഞിരിക്കുന്നത് മാമ എന്നതാണ്, റഫേമ്മ. ഓക്കെ, ഇത് ഉമ്മച്ചിയുടെ എന്താണ് നമ്മുടെ തയ്ക്കണ മെഷീൻ. ഇതൊരു ബുക്ക് ഷെൽഫാണ്, നിറച്ച് ബുക്സ്, ഖുറാൻ അങ്ങനത്തെ നിറച്ച് ബുക്സൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ലൈബ്രറി ബുക്കൊന്നുമല്ല, ഞങ്ങൾ പഠിക്കുന്ന ബുക്ക്, പിന്നെ ലൈബ്രറി ബുക്ക് കുറച്ചൊക്കെ ഉണ്ട് ഇങ്ങനെ. ഓക്കെ, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വന്നത് സ്റ്റെയറാണ്. സ്റ്റെയറിന് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു നില വീടാണ്. മേളിൽ തുണി വിരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് കിച്ചൺ. ഇവിടെ 3 കിച്ചണുണ്ട്. ഒരുപാട് റാക്കുകളൊക്കെ ഉണ്ട്. ഫ്രിഡ്ജ്. ഇത് പഴയ അലമാര ഇങ്ങോട്ട് മാറ്റിയേക്കണ്ട. ഓക്കെ, ഈ കിച്ചണിൽ അങ്ങനെ യൂസിങ് കുറവാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ പാത്രങ്ങളൊക്കെ വയ്ക്കാതെ കഴുകിക്കൊണ്ട് നോക്കിയാൽ അതൊക്കെയുള്ളൂ. ഇനി ഇവിടെ ഉണ്ട് ഒരു കിച്ചൺ. അപ്പോൾ ഉമ്മ പാപ്പ വരുന്ന സ്പെഷ്യൽ മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് യൂസബിളാണ്. ഇവിടെ ഒരു സ്റ്റോർ റൂം, സാധനങ്ങളൊക്കെ ഒരു ചെറിയ സ്റ്റോർ റൂം. ഓക്കെ, ദെൻ ഇതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കിച്ചൺ. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ, അതിൽ വാഷ് ബേസിൻ, പാത്രം കഴുകുന്ന സിങ്ക്, പാത്രങ്ങൾ എല്ലാം ഉണ്ട്. ഇത് ഞങ്ങൾക്ക് നെസ്നിയമ്മായി, അതായത് ഇളയ മാമാടെ വൈഫിൻ്റെ ഒരു കസിൻ പടം വരയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് അയച്ചു തന്നതാണ്. ഞങ്ങൾ 4 പേരും ഉള്ളത് അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. താങ്ക്സ് ടു നെസ്നിയമ്മായി. അന്ന് താങ്ക്സ് പറഞ്ഞാണേ. പിന്നെ ഇത് കുഞ്ഞ വരച്ചാണ്, അത് പറഞ്ഞിട്ടുണ്ടല്ലോ ബർത്ത്ഡേക്ക്, എൻ്റെ ബർത്ത്ഡേക്ക് ദുബായിന്ന് കൊടുത്തുവിട്ടതാണ്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തുവിട്ടതാണ്. അങ്ങനെ അടിപൊളിയാണ്, രണ്ടും പ്രഷ്യസ് ആണ്, അതുകൊണ്ട് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പുറത്ത് കാണിക്കാം. ഇതൊരു വിറക് പുരാന്നൊക്കെ പറയും, ഇപ്പം അതിലൊന്നുമില്ല. പണ്ട് കോഴീനെയൊക്കെ വളർത്തിയായിരുന്നു. അതിൻ്റെ ഇപ്പുറത്തുള്ളത് എന്താണ് മോട്ടർ ഷെഡ്, അപ്പുറത്ത് കിണർ. അങ്ങനെ ഇത് കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെയാണ്, ഒക്കെ മാറ്റണം. പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കടയിൽ. ഓക്കെ, ഇതെന്താ മരം എന്ന് വെച്ചാൽ ഇതാണ് ഈ വീട്ടിൽ മെയിനായിട്ടുള്ള ഒരു ഫ്രൂട്ട്, അതായത് സപ്പോർട്ട. ആരുടെയൊക്കെ വീട്ടിലുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ കഴിക്കാറൊന്നുമില്ലായിരുന്നു, നമുക്ക് അത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇത് ജ്യൂസ് അടിക്കാൻ അടിപൊളിയാണ്. അതായത് സപ്പോർട്ട കുരു കളഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് പഞ്ചസാര, ബൂസ്റ്റ്, പാല്, തിളപ്പിച്ച പാൽ ഒഴിച്ച് അടിച്ച അടിപൊളിയാണ്, അടിപൊളി ജ്യൂസ്. അങ്ങനെ പിന്നെ ബാക്കിൽ ഉമ്മച്ചി അലക്കണ സപ്പോർട്ട നല്ല സാധനമാണ് കേട്ടോ. ഇപ്പം കിലോ 70 രൂപയൊക്കെ ഉണ്ടെന്ന് വാപ്പ ഇടയ്ക്ക് പറയാറുണ്ട്. ഞാൻ പോകുമ്പോൾ കൊടുങ്ങല്ലൂർ കൊണ്ടുപോകാറുണ്ട്. അപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പാക്കും മക്കൊക്കെ. ഓക്കെ, പിന്നെ ഇവിടെ ഞങ്ങൾ പോകുമ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. മാവുണ്ട്, ഇത് മാവാണ്, മാങ്ങയൊന്നും ഉണ്ടാവാറില്ല എന്നാണ്. അങ്ങനെ കുറച്ച് സ്ഥലമുണ്ട്.
ഭാഗ്യത്തിന് ഇവിടെയൊക്കെ മരങ്ങളുള്ള കാരണം അടിക്കേണ്ട വന്നില്ല ഇപ്പം. ഞങ്ങളായിരുന്നു മുറ്റടിച്ചുകൊണ്ടിരുന്നത്. അപ്പുറത്തെ വീടാണേ. അങ്ങനെ ഉമ്മച്ചിയുടെ അലക്കല്ല് മെയിൻ സ്ഥലമാണ് ഉമ്മച്ചിയുടെ. നേരം വെളുപ്പിന് ഇറങ്ങിക്കോളും. വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും കല്ലും അലക്കും. വൃത്തിയാവില്ല എന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ ഇപ്പം ഞങ്ങളുടെ കല്യാണം ഇപ്പം കെട്ടിയതാണ് കേട്ടോ. അതുപോലെ ഓപ്പണായിരുന്നു. അതായത് മുറ്റടിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞതാണ്. അതുകൊണ്ട് പിന്നെ ഇവിടെ മുറ്റലായതുകൊണ്ട് മുറ്റടിക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ, ഇതാണ് അപ്പം നമ്മുടെ വീട്. മേളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അത് അടുത്തിട്ടിട്ടുള്ളൂ കേട്ടോ. 1 വർഷമായിട്ടില്ല. ഞങ്ങൾ ദുബായി പോയ പിന്നെ ഇട്ടേക്കണ്ട. ഉമ്മച്ചി പുളി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അയ്യോ ഒരു ഉറുമ്പ്, അയ്യോ കയറിപ്പോയല്ല. ഓക്കെ, ഇങ്ങനെ പോയ ഫ്രണ്ടിലെത്തി. പിന്നെ റൂമ് ഓക്കെ. ഏതായാലും കട കറങ്ങി തിരിഞ്ഞതിൽ വന്നേ. നല്ല വെയിലുണ്ട്. ഓക്കെ, തിരിച്ചേറി. ഇതാണ് നമ്മുടെ വീട്. സപ്പോർട്ടയുണ്ട് മെയിനായിട്ടുള്ളത്. പിന്നെ മാങ്ങയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടും പരിസരമൊക്കെ. അപ്പോൾ ഇതെവിടെ സ്ഥലം എന്ന് വെച്ചാൽ പെരുമ്പാവൂർ പള്ളിക്കോല. ഓക്കെ, അപ്പം ഉമ്മയും പാപ്പയൊക്കെ എത്താറായിട്ടുണ്ട്. ഞാൻ അവർ വരുമ്പോൾ കാണിക്കാം എല്ലാവരെയും. അമ്മച്ചിനും അച്ഛനും മനവാപ്പാനും അനിയത്തിനെയൊക്കെ. ഞാൻ അപ്പോൾ അവരോട് ഒന്ന് പോകും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. എപ്പോഴെപ്പോഴും വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ദൂരമുള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും വരുമായിരുന്നു. അങ്ങനെ പിന്നെന്താണ്, സപ്പോർട്ടന്മാരുള്ളവർ കമൻറ്റ് ചെയ്യുക. സപ്പോർട്ട് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമല്ലാത്തവർ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമല്ലാത്തവർ കൂടുതലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ല. പിന്നെ ജ്യൂസ് അടിക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെ പക്ഷെ ഞങ്ങളുടെ പാപ്പാക്കും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എപ്പോഴും കൊടുത്തു വിടും, കൊണ്ടുപോകും. പിന്നെന്താണ്, വീഡിയോ ഉണ്ടാ? വീഡിയോ അപ്പൊ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മന്തി? മന്തി, മയോണൈസ്, ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. മന്തിയുടെ ഫോട്ടോ എടുത്തില്ലല്ലോ നമ്മൾ. അപ്പോൾ എന്താ, ഉമ്മായും പാപ്പായും അനിയത്തിയും എന്നെ വിളിക്കാൻ വന്നു. ഞാൻ ഇന്ന് കൊടുങ്ങല്ലൂർക്ക് പോവാണ്. ബാക്കി വിശേഷങ്ങൾ അവിടുത്തെ ഹോം ടൂറൊക്കെ കാണിക്കാം. പിന്നെ തക്കളോട് എന്താ പറയാനുള്ളത്? തക്കളോട് അതെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തക്കളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഹായ് പറഞ്ഞോ. തക്കളുടെ ഫ്രണ്ട്സ് കാണാറുണ്ടെന്ന് പറഞ്ഞ് കുറച്ചു പേരൊക്കെ വീഡിയോസ്. അപ്പോൾ അവർക്കൊക്കെ ഹായ്. ഇനിയും കാണാം. നമ്മള് അഴീക്കോട് ബീച്ചിൽ വന്നേക്കാണ്. അഴീക്കോട് ബീച്ചാണ്. തക്കടു ഇവിടെയുള്ള ഏറ്റവും നല്ല ബീച്ച് അഴീക്കോട് തന്നെയല്ലേ? അഴീക്കോട് തന്നെ. ഞങ്ങളുടേതല്ലാന്ന്. നല്ല തിരക്കുണ്ട്. ചേച്ചി ഭയങ്കര പറഞ്ഞതാണ് ചേച്ചി. എന്താണ് ഈ സാധനത്തിന് പറയണത്? ദുബായിലുണ്ടല്ലോ ഈ സാധനം. എന്തെന്നത്? ഓക്കെ, അപ്പം ഞാനും തക്കടും ഉമ്മായും അപ്പായും ആണുള്ളത്. ആയി സൺസെറ്റ്. സൺസെറ്റിന് ടൈമില്ലേ ഇത്?
പട്ടമൊക്കെ പുറത്തുണ്ട്. പട്ടം ഒരുപാട് കളി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അയ്യടാ നിച്ചു ഉണ്ടായിരുന്നെങ്കിൽ നിച്ചിനെ കളിപ്പിക്കാറുന്നല്ലേ. നിച്ചില്ല. ചേർലായിരുന്നു. ഞാൻ തക്കടും ഒരേപോലെ ചെരുപ്പൊക്കെ ഇട്ടാണ് വന്നേക്കുന്നത്. ഉമ്മാക്കില്ല ഒരേപോലത്തെ ആ ചെരുപ്പ് എവിടെ ഇട്ടില്ലല്ലോ, മറ്റേ ചെരുപ്പ്. സൺസെറ്റ് നമ്മള് തക്കടു നമ്മള് കേക്ക് മുറിച്ച വിശേഷം പറഞ്ഞു വീഡിയോ ആണ് പറഞ്ഞോ. കഴിഞ്ഞ തവണ എന്റെ ബർത്ത്ഡേക്ക് ഇവിടെ വന്നിട്ടാണ് ഞങ്ങള് കേക്കൊക്കെ കട്ട് ചെയ്തത്. കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പൊ ഇവിടെ വന്ന് അപ്പൊ ഇത്താത്തയും കാക്കായും നിച്ചു ഉമ്മായും ഞാനും തക്കടും കുഞ്ഞും. പാപ്പണ്ടായില്ല. ആ കൂടാരത്തിന്റെ അകത്ത് ഇത് അതില് ആ കൂടാരത്തിന്റെ അകത്ത് വെച്ചിട്ടായിരുന്നു എന്ത് ഞങ്ങളുടെ തക്കടൂടെ കേക്ക് കട്ടിങ്. ഓക്കെ. തന്നെ കറങ്ങണുണ്ടോ ഉമ്മ? ഇത് തന്നെ കറങ്ങണുണ്ടോ? ഊതാണ്ട് കാറ്റുള്ളതുകൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ കൊണ്ടെന്ന് വെച്ചാൽ വെറുതെ വെക്കേണ്ടി വരും കാറ്റില്ലാണ്ട്. ഓക്കെ, അപ്പോ ഞങ്ങള് ബീച്ചിലെത്തി. എന്താണ് തക്കടൂരിന് ബീച്ചിനെ പറ്റി പറയാനുള്ളത്? പറയൂട്ടി. നാളെ ഞാൻ മാറ്റിത്തരും. എൻ്റെ കൂടെ വീഡിയോസിന് വരാനുള്ളതാണ്. പറയൂ. തക്കടൂര് ഭയങ്കര നാണുണ്ടാ. ഹായ്, സൺസെറ്റിന്റെ ടൈമാണ് കേട്ടാ. വൈകിട്ട് ഇപ്പൊ സമയം എത്രയാണ്? 6 മണിയായില്ലേ തക്കടു? 6 മണി കഴിഞ്ഞു തോന്നുന്നുണ്ട്. കൊറേ ആൾക്കാർ നിന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. കുളിക്കല്ല, വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്, എന്താന്നറിയില്ല. ഭയങ്കര തിരക്കാണ്. അതെ. തക്കടുതായി ഇറങ്ങാൻ പോകുന്നു. ഞാൻ ഇറങ്ങണില്ല എന്ന് പറഞ്ഞു. കാര്യമൊന്നുമില്ല, ഒന്നുമില്ല, ഒരു മൂടില്ല. ഇറങ്ങിക്കോ. തക്കട ഇറങ്ങണം. വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോ എടുക്കാം എല്ലാവർക്കും കൂടി. അപ്പൊ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോണേ. എന്താണത്? കോർണട്ടോ, കോൺടോപ്പ്. ഓക്കെ, ഇതെനിക്ക്, ഇത് ഉമ്മാക്ക്, തക്കടു. അപ്പാക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഉണ്ട്.